മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കാട് കയറിയ കാട്ടുകൊമ്പനെ നിരീക്ഷിക്കാൻ കുങ്കികളായ വിക്രമും കോന്നി സുരേന്ദ്രനും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കുങ്കിയാനകളുമായി കാട്ടുകൊമ്പനെ കുങ്കിയാനകളെ നിരീക്ഷിക്കുമെന്നറിയുന്നു. ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ കാട്ടുകൊമ്പന് ചികിത്സ കൊടുക്കും, ഇല്ലെങ്കിൽ ഉൾക്കാട്ടിലേക്ക് അയക്കും. മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ നിന്ന് വിൻസി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൂരങ്കല്ലിലെ കിണറ്റിൽ വീണ കാട്ടാനയെ ഇന്നലെ രാത്രിയോടെ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് വിട്ടു എന്നുണ്ടെങ്കിലും ആ കാട്ടുകൊമ്പനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ 2 കുങ്കിയാനകൾ എത്തിയിരിക്കുന്നത്. കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഇപ്പോൾ 2 കുങ്കിയാനകളും നിലവിൽ ഉള്ളത്. കോന്നി സുരേന്ദ്രനും വിക്രമുമാണ് വയനാട്ടിൽ നിന്ന് എത്തിയിരിക്കുന്നത്. പ്രധാനമായും നമ്മൾ ഇന്നലെ ഈ കാട്ടിലേക്ക് അയച്ചിട്ടുള്ള കാട്ടുകൊമ്പനെ നിരീക്ഷിക്കുക, അതിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് നിരീക്ഷിക്കുക. അത് ഈ ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള ബോർഡറിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ കൃഷിയിടവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഉൾവനത്തിലേക്ക് കയറ്റിവിടുക. ആരോഗ്യസ്ഥിതി മോശമായ ഒരു നിലയിലാണ് ആന ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ വന്നിട്ടുള്ള കുങ്കിയാനകളെ ഉപയോഗിച്ച് വളഞ്ഞു വെച്ച് അതിനൊരു ചികിത്സ ഉറപ്പാക്കുക. ഇവിടെ നിന്നും മാറ്റിയതിന് ശേഷം, അതായത് ഈ കൊടുമ്പുഴ പ്രദേശത്ത് നിന്നും മാറ്റിയതിന് ശേഷം അതിനൊരു ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനെ മയക്കുവെടി വെക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകും. പക്ഷേ അതൊക്കെ ആനയുടെ ആരോഗ്യസ്ഥിതി അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട ബോർഡർ പ്രദേശങ്ങളിലല്ല, അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഒന്നുമല്ല ഇന്നലെ നമ്മൾ അയച്ചിട്ടുള്ള ഈ കാട്ടുകൊമ്പൻ നിൽക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയും RRT ടീമിൻ്റെ ഒരു പരിശോധന ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാവുന്നത് ഉൾവനത്തിലേക്ക് ആന ഇതിനോടകം തന്നെ കയറി പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാലും നാട്ടുകാർക്ക് നൽകിയ ഒരു ഉറപ്പ്, ഈ ആന അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇവിടെ നിന്ന് മയക്കുവെടി വെച്ച് മറ്റൊരു ദേശത്തേക്ക് മാറ്റി കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു. അതിൻ്റെ ആദ്യഘട്ട ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ കോന്നി സുരേന്ദ്രനും വിക്രമും എത്തിയിരിക്കുന്നത്. നാട്ടുകാർക്ക് ഇന്നലെ നൽകിയ ധാരണ പ്രകാരമുള്ള ആദ്യ നടപടികളിലേക്ക് വനം വകുപ്പ് കടന്നിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒപ്പം ഇന്നലെ 1.5 ലക്ഷം രൂപ നൽകുമെന്നുള്ളതായിരുന്നു, ഈ കിണറിൻ്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുമെന്നുള്ളതായിരുന്നു. ഇതിൻ്റെ നടപടികളും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മലപ്പുറം കലക്ടറേറ്റിൽ വെച്ച് ഒരു യോഗം ചേരുന്നുണ്ട്. ഇവിടുത്തെ കൃഷിക്കാരുടെ അവരുടെ വിളകളെല്ലാം തന്നെ ആന നശിപ്പിക്കുന്നു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേണമെന്നുള്ള ആവശ്യവും നാട്ടുകാർ ഇന്നലെ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കലക്ടറേറ്റിൽ അതിൻ്റെ യോഗം ചേരുകയും ചെയ്യും. ഇപ്പോൾ 2 കുങ്കിയാനകളും അടുത്തുള്ള ഒരു വനത്തിലേക്ക് അതിൻ്റെ പട്ട എടുക്കുന്നതിനൊക്കെ വേണ്ടി പോയിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം ആദ്യം പാപ്പാന്മാർ പോയി ഇന്നലെ കാട്ടുകൊമ്പൻ പോയ ആ വഴികൾ പരിശോധിക്കുകയും അവിടെ ഈ കുങ്കിയാനകൾക്ക് പോകാനുള്ള വഴിയൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. അതിനുശേഷം ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം അതിൻ്റെ തുടർ നടപടികൾ ഒരു 11 മണിക്ക് ശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ ഈ കുങ്കിയാനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനം ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. വിൻസി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.